പാർക്കിങ്ങിൽ എല്ലാ സ്ഥലത്തും ഇതുപോലെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഇപ്പോൾ ഔട്ട് ഓഫ് സീസൺ ആയതുകൊണ്ടാണ് ഇത്ര കുറവ് വാഹനങ്ങളില്ല, ഞങ്ങൾ ഇതിലേറെ വാഹനങ്ങളുണ്ടാവും. ഇവിടെ നമുക്ക് അങ്ങോട്ട് കയറാനുള്ള RTC ബസ്സിൻ്റെ ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ബസ് പോയിക്കൊണ്ടേയിരിക്കും. ഇരിക്കാനും മറ്റുള്ളതിനൊക്കെ ആയിട്ട് ഫ്രീ ആയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഇതുപോലത്തെ ഷെഡുകൾ ഒരുപാട് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പാർക്കിങ്ങൊക്കെ ഫ്രീ ആണ് കേട്ടോ, കൂടുതലും ഫ്രീ ആണ്. അങ്ങോട്ട് കയറാനുള്ള ചിലവ് മാത്രമേ നമുക്ക് മറ്റേ ബസ് ടിക്കറ്റ് വരുന്നുള്ളൂ, ബാക്കിയൊക്കെ ഫ്രീ ആണ്. ഇത് വേറൊരു ഏരിയ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ 2-3 ഏരിയ കണ്ടമാനം സ്ഥലത്തുണ്ട്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. പാർക്കിങ്ങിലൊരു ലോകം തന്നെ ഉണ്ട്. വൃത്തിയായിട്ടുള്ള സാഹചര്യം തന്നെ നമുക്കിവിടെയൊക്കെ കാണാൻ സാധിക്കുന്നത്. എല്ലാ സ്ഥലത്തും നല്ല വൃത്തിയായിട്ടുള്ള കിച്ചറ സാധനങ്ങളൊന്നും അങ്ങനെ കാണാനില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആളുകളും കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് വന്ന ആൾക്കാരെ വാഹനങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ അലങ്കരിച്ചതൊക്കെ കാണുന്നുണ്ട്. രീതിയിലുള്ള കച്ചവടങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടത്തുന്നത് കാണാൻ പറ്റുന്നുണ്ട്. കച്ചവടം ചെയ്യുന്ന ആളുടെ ട്രിക്കാണ് കേട്ടോ. അയാളിങ്ങനെ വരച്ച് ആൾക്കാരുള്ള കൂട്ടത്തിലൊക്കെ പോയിട്ട് ഇങ്ങനെ വരച്ച് കണ്ട് കച്ചവടം ഇങ്ങനെ ചെയ്യും. ആ ഒരു മെഷീൻ ഉണ്ടല്ലോ വരക്കാൻ ഉപയോഗിക്കണേ, അതിൻ്റെ കച്ചവടം. ഇവിടെയൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞെടുക്കണേ. ഇവിടെയൊക്കെ വാഹനങ്ങൾ ഫില്ലായ സമയം വരാനുണ്ട്. ഇപ്പോൾ ഔട്ട് ഓഫ് സീസൺ ആയതുകൊണ്ടായിരിക്കാം. മാലിക്കിനെ നമ്മൾ അവിടെ ഇങ്ങനെ നിർത്തിയിട്ടാണ് ഇന്നലെ കിടന്നുറങ്ങിയത്. ലോഡൊക്കെ കയറണ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ പോയി നോക്കാം. രസം എന്താണെന്നറിയോ, ഈ മരങ്ങളാണ് കേട്ടോ. മരങ്ങളൊക്കെ അടിപൊളി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട്. നല്ല തണലാണ് എവിടെ നോക്കിയാലും. ഇതൊരു സെറ്റപ്പ് തന്നെയാണ് കേട്ടോ. കാരണം ഇത് ഉണ്ടാക്കിയെടുത്തതാണല്ലോ, അല്ലാതെ ഇവിടെ കാടായി കിടന്ന പ്രദേശത്ത് വലുത് ഇട്ടതല്ലല്ലോ. ഈ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഇത്രത്തോളം വലുതാക്കി എടുത്തതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ കുറേ പച്ചക്കറി വണ്ടികളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് തിരുവണ്ണാമല മേലേക്ക് കയറാനുള്ള വണ്ടിയിൽ കയറാനുള്ള സാധനങ്ങൾ വന്നതാവും. പിന്നെ ഇങ്ങനെ വലിയ ലോറിയിലാക്കിയിട്ട് കൊണ്ടുപോകുമെന്ന് തോന്നുന്നുണ്ട്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഇങ്ങനെ ഏറ്റി കൊണ്ടുപോകണമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ മലയാണ് കേട്ടോ ഇവിടുത്തെ ഒരു അട്രാക്ഷൻ. ഭയങ്കര രസമാണ്. ഒരു ചുവന്ന നിറത്തിലാണ് ആ മലയുടെ കിടപ്പ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഇങ്ങനെ മുട്ടായി വിൽക്കുന്ന കാഴ്ചയൊക്കെ കാണുന്നുണ്ട്. പണ്ട് നമ്മളെ നാട്ടിലൊക്കെ കണ്ടിരുന്നു, ഇപ്പോൾ കാണാനില്ല, കുറവാണെന്ന് പറയാം. പഞ്ഞിമുട്ടായി ആ ഒരു മണിയടി ഇങ്ങനെ കേൾക്കുമ്പോൾ വേറൊരു നെസ്റ്റോളജി ഫീലിംഗ് ചെയ്ത്. ഇവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രം വരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു മരത്തണലിലാണ് നിർത്തിയിട്ടുള്ളത്. ഇവിടെ കുറച്ച് വാഹനങ്ങളൊക്കെ കാണാം, അലങ്കരിച്ചിട്ടുള്ള ബൊലോറോ പിക്കപ്പ്. എന്തെല്ലാമാണ് അതിൽ തൂക്കിയിട്ടിട്ടുള്ളത് നോക്കണേ. രണ്ടും ഒരേ സ്ഥലത്തു നിന്ന് വന്നതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഈ 2 ബൊലോറയും ബാക്കിൽ ആൾക്കാർ കിടക്കുകയാണ്. ആ ഒരു തർപ്പായി മറിച്ചിട്ട്. ഇനി ഇതിലൊന്നും ചെയ്യാനില്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയും ചെയ്ത് വെച്ചിട്ടുണ്ട്. ശീല കഷ്ണങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട്. ഗ്രാഫിക്സിലുള്ളൊരു ബസ് അവിടെ കാണുന്നുണ്ട്. മാലിക്കിനെ ഇവിടെ നിർത്തിയിരുന്നത്. ഇവിടെയൊക്കെ ബാത്റൂം കാര്യങ്ങൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ പുതുതായിട്ട് വരുന്നുണ്ട്. അവിടെ കലക്കിയിട്ടതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഫ്രീ ടോയ്ലറ്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഇവിടെ നിന്നാണ് കുളിക്കുന്നത്. ഒരുപാടാണ്. മുന്നിലായിട്ട് ഇങ്ങനത്തെ ബാരിക്കേഡ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഒരുപാട് ടോയ്ലറ്റ് ഉണ്ട്. ഇവിടെ എല്ലാത്തിനും ഫെസിലിറ്റീസ് ഉണ്ടെന്നുള്ളതാണ് കേട്ടോ ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാം ഫ്രീ ആയിട്ടുള്ള ഒരു സംഭവം. അവിടെ നോക്കണേ, ആ മലനിരകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോഴല്ലോ ചുവന്ന നിറത്തിലാണ് അതിൻ്റെ ആ ഒരു കിടപ്പ്. നമ്മളങ്ങനെ ഉള്ളത് തിരുപ്പതി അമ്പലത്തിൻ്റെ ആ ഭാഗത്തായിട്ടാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ പാർക്കിങ്ങിൽ നമ്മൾ ഇട്ടിരുന്നത്. ഇവിടെ കണ്ടില്ല ആ ഒരു കവാടങ്ങൾ നോക്കാണ് ജാതി ലൂക്കാച്ചിട്ടാ. അങ്ങനെയാണ് നമുക്ക് തിരുപ്പതി ക്ഷേത്രത്തേക്ക് പോകാനായിട്ടുള്ളത്. നമ്മളിവിടെ റൗണ്ട് അടിച്ചിട്ട് ഇനി സർവീസ് സ്റ്റേഷനിലേക്കാണ് പോണത്. അതുകൊണ്ട് നോക്കണേ ജാതി കവാട വെച്ചിട്ടാ, കുടുത്തമട്ട കവാടം. റോട്ടിലൊക്കെ നമുക്ക് ഇതുപോലത്തെ വലിയ വലിയ കവാടങ്ങൾ കാണാൻ സാധിക്കും. ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു സിറ്റി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നല്ല ഹൈജീനിക് ആയിട്ടുള്ള സ്ഥലം, അതുപോലെ എല്ലാവിധ ഫെസിലിറ്റീസും ടൂറിസ്റ്റുകൾക്ക് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഒരു കാടുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത്. ക്ഷേത്രത്തിൻ്റെ മേലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ
ഒരു ചുരമൊക്കെ കയറിയിട്ട് കാട്ടിലൂടെയാണ് പോകേണ്ടത്. കടുവ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്നുള്ള ബോർഡുകളൊക്കെ കാണാൻ സാധിക്കാറുണ്ട്. നമ്മൾ വല്ല എയർപോർട്ടിക്കൊക്കെ പോണ പോലത്തെ ഒരു ഫീലിങ്സ് ആണ് ഈ റോട്ടിക്കൊക്കെ കയറുമ്പോൾ. അത്യാവശ്യം ഹൈജീനൊക്കെ ആയിട്ട് വൃത്തിയിൽ കുറേ പണിക്കാരൊക്കെ ഇങ്ങനെ ഓരോ വർക്കുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. പിന്നെ സെൻറ്ററിലൊക്കെ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ബിൽഡിങ്ങുകളൊക്കെ കണ്ടില്ലേ, എന്തുമാത്രം വലിപ്പമുള്ള ബിൽഡിങ്ങുകളാണ്. എല്ലാം ടൂറിസ്റ്റ് ഹോം, ലോഡ്ജ് ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളാണ് കേട്ടോ. ഇവിടെ വരുന്ന ആ ഒരു എന്താ പറയുക, വിശ്വാസികളില്ലേ, അവർക്ക് വേണ്ടിയിട്ടായിരിക്കാം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപാട് ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ടെന്നുള്ളതിന് വലിയൊരു ഉദാഹരണമാണ് കേട്ടോ ഈ കാണുന്ന ടൂറിസ്റ്റ് ഹോം. അതുപോലെ എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇവിടെയും നമുക്ക് മനോഹരമായൊരു ക്ഷേത്രം കാണാൻ സാധിക്കുന്നുണ്ട്. വളരെയധികം അപ്ഡേറ്റ് ആയിട്ട് കലവിരുതിയിൽ തീർത്തൊരു ക്ഷേത്രം എന്ന് വേണമെങ്കിൽ പറയാം. കൂടുതൽ നമുക്കിവിടെ ലോഡ്ജുകൾ കാര്യങ്ങളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. വലിയ വലിയ കെട്ടിടങ്ങൾ. ഈ ഒരു ഭാഗത്ത് റെൻ്റൊക്കെ കൂടുതലാണെന്നുള്ളൊരു ന്യൂസൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഫുട്പാത്തുകളിലായിട്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പട്ടുകൂറ്റൻ ബോർഡുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക റോട്ടിലൊക്കെ. ഇവിടെ എടുത്ത് പറയേണ്ടത് ഈ പാലൊക്കെ ഉണ്ട് കേട്ടോ. ഈ പാലത്തിൻ്റെ ഒക്കെ ഭംഗി നോക്കുകയാണെങ്കിൽ എന്തൊരു രസം വെച്ചിട്ടാ. അടിപൊളി പാലട്ടോ. ആ പാലത്തിൻ്റെ ഒരു ഡിസൈനിങ്, അതുപോലെ അതിൽ വരുത്തിയിട്ടുള്ള ഒരു കളറ്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു രൂപകൽപ്പന, പിന്നെ എല്ലാ പാലും വളരെയധികം സ്ട്രെച്ചിങ്ങോട് കൂടിയിട്ട് തന്നെ അതിൻ്റേതായ ഒരു രീതിയിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ തൂണിൻ്റെ ആ ഒരു രസകരമായ അവസ്ഥ ഉണ്ടല്ലോ, വേറെ ലെവലാണ്. ഇതൊക്കെയാണ് ഈ ഒരു സിറ്റിയെ എടുത്ത് കാണിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് ടൂറിസ്റ്റുകൾ അതുപോലെ വിശ്വാസികളൊക്കെ വരുന്ന ഏരിയ ആയതുകൊണ്ടായിരിക്കാം ഇതുപോലത്തെ സംവിധാനങ്ങളൊക്കെ ചെയ്തു വെക്കുന്നത്. എന്തായാലും മനോഹരമായിട്ടുള്ള അടിപൊളിയൊരു ടൗണ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം തിരുപ്പതിയെ. പൊളി, വേറെ ലെവല്. വന്നപ്പോൾ തന്നെ ഈ പാലം കണ്ടിട്ടാണ് എൻ്റെ കണ്ണ് തള്ളിയത്. ഞാൻ ഇതുപോലെ ടൗണിക്കൊന്നും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. ടൗൺ എനിക്ക് വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ടൗണിനെ ഒരുപാട് പൊരുത്തപ്പെട്ട് തുടങ്ങി. അന്നൊക്കെ ഫുൾ വില്ലേജുകൾ മാത്രം കവർ ചെയ്ത് പോണ പരിപാടിയാണ്. എന്തായാലും ഇവിടെ നിന്നൊക്കെ 2-3 പാലങ്ങൾ ഒരുമിക്കുന്ന ഒരു സ്ഥലമൊക്കെയാണ് ഇത്. മെട്രോ അല്ല കേട്ടോ, വാഹനങ്ങൾക്ക് പോകാനുള്ള സംവിധാനമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മാരുതിയുടെ ഷോറൂം നോക്കിയിട്ടാണ് പോണത്. ഈ പാലങ്ങളൊക്കെ കണ്ടിട്ടാണ് ആകെ അത്ഭുതമായിക്കണത്. ബ്രേക്കിൻ്റെ പ്രശ്നം ഇപ്പോൾ കാണുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം ഇത് മാത്രം ചെയ്യാനെന്ന് വിചാരിച്ചിരുന്നത്, ഓയിൽ ചേഞ്ചിങ്. പക്ഷെ ഇപ്പോൾ ബ്രേക്കില്ല, ബ്രേക്ക് വളരെ കുറവ്. അതും കൂടി ചെക്ക് ചെയ്യണം. ജാതി ലുക്കാണ് ഈ പാലം എന്നുള്ളത് നോക്കുകയാണെങ്കിൽ. എന്താലേ, വേറെ ലെവല് ടൗണുകളാണ് കേട്ടോ മൊത്തം കാണാൻ സാധിക്കുന്നത്. മുന്നേ നമ്മൾ ഉണ്ടായിരുന്നത് ചിറ്റൂരല്ലേ, ചിറ്റൂരിനെക്കാട്ടിലും എത്രയോ വലിപ്പമുണ്ട് ഈ ഒരു ടൗണ്. ഏകദേശം നമ്മളെ കൊച്ചി എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ആ ഒരു രീതിയിലുള്ള വലിപ്പമുണ്ടെന്നാണ് എനിക്കിങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നോക്കാം വരും ദിവസങ്ങളിൽ എന്താണ് അവസ്ഥ എന്നുള്ളത്. ഇപ്പോൾ ഏകദേശം രൂപരേഖ നോക്കുമ്പോൾ ആ ഒരു രീതിയിലൊക്കെയാണ് തോന്നുന്നത്. അങ്ങനെ ഷോറൂമിലേക്ക് കയറ്റിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഷോറൂമിൽ നിന്നൊക്കെ സർവീസ് ചെയ്യിപ്പിക്കണേ. പുറത്ത് പോയി കഴിഞ്ഞാൽ ഇതാണ് നല്ലതെന്ന് എല്ലാവരും പറയും. അപ്പോൾ ഇതൊന്ന് പരീക്ഷിക്കാം എന്നുള്ള രീതിയിലാണ് പോണത്. അങ്ങനെ നമ്മൾ വർക്ക്ഷോപ്പ് മാറ്റി ലോക്കൽ വർക്ക്ഷോപ്പൊക്കെ വന്നിട്ടുണ്ട്. കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ട്. നോക്കാം നമുക്ക് എന്താ വർക്ക് കാര്യങ്ങളൊക്കെ ആവുന്നുള്ളത്. ബ്രേക്ക് പോയി, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഓയിൽ മാറ്റിലൊന്നും വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. അത് നമുക്ക് അവിടെ നിന്ന് ചെയ്യുന്നത്. ഈ ചൂട് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു ഷോറൂമിൽ വണ്ടികൾ കൂടുതലായപ്പോൾ ഈ ഒരു വർക്ക്ഷോപ്പിലേക്കാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ലിഫ്റ്റിലൊക്കെ കയറ്റി വെച്ച് നോക്കുകയാണ്. കുഴപ്പമില്ലാത്ത വർക്ക്ഷോപ്പ് കേട്ടോ. അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം വാഹനങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാവിധ വർക്കുകളും ഇവിടെ ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ ഇവിടെ നമുക്ക് AC റൂമുണ്ട്. ഈ റൂമിൽ വരുന്ന ഗസ്റ്റുകൾക്ക്, വണ്ടി കെട്ടി വരുന്ന കസ്റ്റമേഴ്സിന് ഇരിക്കാനുള്ളതാണ് കേട്ടോ. അടിപൊളി സംവിധാനം. ഇതിങ്ങനെ ഒരു AC റൂമാണ്.
ആശാന അത് അവിടെ ഓയിൽ ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓയിൽ പറ്റില്ല തേക്കണം, എന്താ സംഭവിച്ചെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. ഇവിടെ എങ്ങനെയുള്ളേ പൈപ്പ് ലീക്കാണെന്ന് കേട്ടോ പറഞ്ഞത്. ആ കാണുന്ന ഏരിയയിൽ ബ്രേക്ക് ഓയിലിൻ്റെ പൈപ്പ്. അപ്പം ഞാൻ റെഡിയാക്കണം.